ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഗിബ്ലി ആർട്സ് ആണല്ലേ. ഒരു ആനിമെ പോലും കാണാത്ത നിങ്ങളുടെ പല ഫ്രണ്ട്സും സ്റ്റാറ്റസും സ്റ്റോറിയും പ്രൊഫൈൽ പിക്കും ഒക്കെ അവരുടെ ഫോട്ടോയുടെ ഗിബ്ലിഫൈഡ് വെർഷനാക്കി ഇട്ടിട്ടുണ്ടാകും. ഇതുകൂടാതെ വലിയ കമ്പനികളും ഇവൻ IPL ടീംസും വരെ അഡ്വർടൈസ്മെന്റ്സിനായി ഗിബ്ലി ആർട്സ് ഉപയോഗിക്കുന്നു. എന്നാൽ ഇവയെല്ലാം AI ജനറേറ്റഡ് ആയതിനാൽ ഒറിജിനൽ ആർട്ടിസ്റ്റിനോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണെന്ന് ഒരു ഡിബേറ്റ് ഉയർന്നു വരുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം ഗിബ്ലി മൂവീസ് ഹാൻഡ് ഡ്രോൺ ആണ് എന്നുള്ളതാണ്. അതെ, ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലത്തും ഹാൻഡ് ഡ്രോണായി കിടിലം പടങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ആനിമേറ്റേഴ്സാണ് സ്റ്റുഡിയോ ഗിബ്ലിയിലുള്ളത്. ഇതുവരെ ഒരു അനിമെ പോലും കാണാത്ത ഒരാളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എങ്കിൽ അനിമയുടെ ലോകത്തേക്ക് കടക്കാൻ ഏറ്റവും മികച്ച വഴികളിലൊന്നാണ് സ്റ്റുഡിയോ ഗിബ്ലി ഫിലിംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗിബ്ലി മൂവീസിലേക്കുള്ള ഒരു ബിഗിനേഴ്സ് ഗൈഡും അതേപോലെ സ്റ്റുഡിയോ ഗിബ്ലിയുടെ ലെഗസിയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു കൊമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. സ്റ്റുഡിയോ ഗിബ്ലി എന്ന ഈ ലെജൻഡറി പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാകാൻ കാരണം 1984 ഇറങ്ങിയ ഒരു സിനിമയാണ് നൗസുക്ക ഓഫ് ദ വാലി ഓഫ് ദ വിൻഡ്. ഇതേ പേരിലെ മാങ്കയുടെ അഡാപ്റ്റേഷൻ ആയിരുന്നു ഈ സിനിമ. ഈ മാങ്ക എഴുതിയിട്ടുണ്ടായിരുന്ന ലെജൻഡറി ആനിമേറ്റർ ആൻഡ് ഡയറക്ടറായ ഹയാവോ മിയസാക്കിയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരുന്നത്. മിയസാക്കിയോടൊപ്പം വിഷണറി ഡയറക്ടറായ ഇസാവോ ടക്കഹാട്ടയും ഈ ഒരു പ്രൊജക്റ്റിൽ കൊളാബറേറ്റ് ചെയ്തിരുന്നു. 7 Days of Fire എന്നറിയപ്പെടുന്ന ഒരു യുദ്ധത്തിന് 1000 വർഷങ്ങൾക്കിപ്പുറം പോസ്റ്റ് അപ്പോക്കലിറ്റിക് വേസ്റ്റ്ലാൻഡായ ഭൂമിയിലാണ് കഥ നടക്കുന്നത്. ടൈറ്റിൽ ക്യാരക്ടറായ നൗസുക്ക ഒരു പ്രിൻസസ് ആണ്. ടോക്സിക് ജംഗിൾ എന്ന ഡെഡ്ലി ഫോറസ്റ്റ് ഭൂമിയെ മുഴുവൻ കവർ ചെയ്യുന്നു. മ്യൂട്ടേഷൻ സംഭവിച്ച് ഭീമാകാരന്മാരെ പ്രാണികളടക്കം ഒരുപാട് ഭയം ജനിപ്പിക്കുന്ന എക്കോസിസ്റ്റമാണ് ഈ കാട്ടിൽ. എന്നാൽ ഈ കെയോസിനെല്ലാം നടുക്ക് വാലി ഓഫ് ദ വിൻഡ് എന്ന കിങ്ഡം പീസ്ഫുള്ളായി ജീവിക്കുന്നു. ഇതിന് കാരണം അവിടെ വീശുന്ന വിഷത്തെ അകറ്റുന്ന കാറ്റാണ്. എന്നാൽ ഇവിടേക്കൊരു യുദ്ധം വരുന്നതും അതിനെ എങ്ങനെ നസൂക്ക ഡീൽ ചെയ്യുന്നു എന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്ലോട്ട്. എക്കാലത്തെ മികച്ച ആനിമേഷൻ സിനിമകളൊന്നായാണ് നൗസുക്കയെ കണക്കാക്കുന്നത്. ഈ ഒരു സിനിമയുടെ വിജയത്തോടെ ഇനിയും ഇത്തരം സിനിമകൾ ഇറക്കണമെന്ന് തോന്നൽ മിയസാക്കിക്കും ടക്കഹാറ്റയ്ക്കും ഉണ്ടായി. അങ്ങനെ അവർ ടോക്കുമ ഷോട്ടൻ എന്ന പബ്ലിഷിംഗ് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടോടെ സ്റ്റുഡിയോ ഗിബ്ലി 1985 ആരംഭിച്ചു. ഗിബ്ലി എന്നാൽ കാറ്റ് എന്നാണ് അർത്ഥം. നൗസുക്കയിലെ താഴ്വാരം പോലെ ആനിമേ ലോകത്ത് പ്രതീക്ഷയുടെ പുതിയൊരു കാറ്റ് വീശുന്ന സ്ഥലമായി ഗിബ്ലി മാറി. ആനിമേ ലോകം ഒരുപാട് മാറിയെങ്കിലും ഗിബ്ലി സ്റ്റുഡിയോസ് അന്നും ഇന്നും ഒരേ ക്വാളിറ്റിയുമായി സിനിമകളോട് മുന്നോട്ട് പോകുന്നു. ആദ്യ ഗിബ്ലി സിനിമ 1986 പുറത്തിറങ്ങിയ ലപ്പൂട്ട കാസിൽ ഇൻ ദ സ്കൈ ആണ്. ഈ ഒരു സിനിമയുടെ വിജയത്തോടെ സ്റ്റുഡിയോ ഗിബ്ലി തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ചു. 2 വർഷങ്ങൾക്കിപ്പുറം 1988 2 സിനിമകളുമായി സ്റ്റുഡിയോ ഗിബ്ലി തിരികെ എത്തി. മൈ നെയ്ബർ ടോട്ടോറയും ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസും. ഈ 2 സിനിമകളും ഇപ്പോഴും എക്കാലത്തെ മികച്ച ആനിമേ ക്ലാസിക്കുകളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതിൽ തന്നെ ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് ആയിരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആൾക്കാർ ആദ്യമായി കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഗിബ്ലി സിനിമ. ഈ സിനിമ ഇപ്പോഴും ഒരു വിങ്ങലായി തന്നെ മനസ്സിൽ നിൽക്കുന്നു. പിന്നീട് ഒരുപാട് സിനിമകൾ ഇറങ്ങിയെങ്കിലും 2001 സ്പിരിറ്റഡ് അവേ ആണ് മൊത്തത്തിൽ ഈ സ്റ്റുഡിയോയുടെ തലവര മാറ്റിയെന്ന് പറയാം. കാരണം 2001 പുറത്തിറങ്ങിയ സ്പിരിറ്റഡ് അവേ ഏറ്റവും മികച്ച ആനിമേറ്റഡ് സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് സ്വന്തമാക്കിയോടുകൂടി സ്റ്റുഡിയോ ഗിബ്ലിക്ക് വേൾഡ് വൈഡ് റെക്കഗ്നീഷൻ കിട്ടാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരുപാട് സിനിമകൾ ഇറക്കി നമ്മളെല്ലാം വിസ്മയിപ്പിച്ച് 2023 ബോയ് ആൻഡ് ദ ഹെറോൺ വരെ എത്തി നിൽക്കുമ്പോൾ മൊത്തം 23 സിനിമകളാണ് സ്റ്റുഡിയോ ഗിബ്ലി പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിൽ തന്നെ നൗസുക്കയും ചിലർ പ്രീ ഗിബ്ലി അല്ലെങ്കിൽ ക്യാനോൺ എന്ന രീതിയിൽ കൂട്ടാറുണ്ട്. സെയിം ടീം ആയതുകൊണ്ട് അതുകൂടെ കൂട്ടുവാണെങ്കിൽ ഒരു 24 സിനിമകൾ ഈ ടീമിൽ നിന്ന് വന്നു നമുക്ക് പറയാം. ആനിമേ സിനിമകൾ എടുത്ത കുറേ പേര് ഗ്രേറ്റ് ഗുഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്റ്റുഡിയോ ഗിബ്ലിയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ലെജൻഡറി ഫിലിംസ് എന്നാണ് എല്ലാവരും പറയാറുള്ളത്. അതും ഭൂരിഭാഗവും അത്തരത്തിലുള്ള സിനിമകൾ തന്നെ. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ റീസണുകളൊന്ന് ഡീപ്പ് ഇമോഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. മറ്റെന്തിനേക്കാളും ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് എഴുതുന്ന സിനിമകളാണ് സ്റ്റുഡിയോ ഗിബ്ലിക്കുള്ളത്. അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് സൈഡിലെ ഈ ഒരു പോയിന്റ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവും. അതും ഇൻ ഡെപ്ത് ആയിട്ട് വളരെയധികം ഡീപ്പിൽ കണക്റ്റ് ആവും. അതിൽ തന്നെ യൂണിവേഴ്സൽ ഇമോഷൻസ് ആയ ലവ്, ഗ്രീഫ്, വണ്ടർ, ഗ്രോത്ത് ഇതെല്ലാം തന്നെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്താണ് എല്ലാ ഗിബ്ലി സിനിമകളും എഴുതിയിരിക്കുന്നത്. അതേപോലെ സ്ട്രോങ് ആൻഡ് ലെയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ജസ്റ്റ് ചുമ്മാ വന്നു പോകുന്നൊരു ക്യാരക്ടറിന് പോലും ഇൻഡെപ്ത് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. അതായത് ഒരു 1 ഡൈമെൻഷനിൽ എന്ന രീതിയിൽ പോകാതെ ഒരുപാട് ഇൻഡെപ്തിൽ പോകുന്ന ക്യാരക്ടേഴ്സിനെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ പോലും എഴുതി വെച്ചിട്ടാണ് സ്റ്റുഡിയോ ഗിബ്ലി സിനിമകൾ പുറത്തു വരുന്നത്. അപ്പോൾ പിന്നെ ഏറ്റവും സെൻട്രൽ വരുന്ന ക്യാരക്ടറിൻ്റെ കാര്യം പറയണ്ടല്ലോ. അതേപോലെ തന്നെ ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റുഡിയോ ഇപ്പോഴും ഹാൻഡ് ഡ്രോൺ ആനിമേഷൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും അധികം ടെക്നോളജി ഡെവലപ്പായെന്ന് പറഞ്ഞെങ്കിലും ഏറ്റവും മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് ഹാൻഡ് ഡ്രോൺ ആനിമേഷനിൽ തന്നെയാണ്. അതേപോലെ തന്നെ കോംപ്ലക്സ് മൊറാലിറ്റി, ഒരു ട്രൂ വില്ലൻ സെറ്റപ്പ് ഒന്നുമില്ല. അതായത് ഒരു ഹീറോ, ഒരു വില്ലൻ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ലാതെ മോറലി ഗ്രേ ഏരിയയിലാണ് എല്ലാ ഗിബ്ലി സിനിമകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നേച്ചർ ആൻഡ് എൻവയോൺമെൻറ്റൽ തീംസ്, അതായത് നമ്മുടെ നേച്ചർ അല്ലെങ്കിൽ ആ ഒരു തീമിൽ വരുന്ന സിനിമകളൊക്കെ പലപ്പോഴും ഫോഴ്സ്ഡായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒത്തിരി ഷോർട്ട് ഫിലിംസ് തന്നെ നമ്മളിവിടെ കാണാറുണ്ട്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നത്. പക്ഷേ അത് നമുക്കൊരു ഫീൽ കിട്ടാറില്ല, നമുക്ക് ഫോഴ്സ് ചെയ്തൊരു ഫീൽ വരും. പക്ഷേ നമ്മളൊരു ഗിബ്ലി സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊണ്ടുവന്നിരിക്കുന്ന എൻവയോൺമെൻറ്റൽ തീംസൊക്കെ അത്രത്തോളം നമ്മളെ കൊള്ളും. ആ രീതിയിലാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫാൻറ്റാസ്റ്റിക്കൽ വേൾഡ്സ് ദാറ്റ് ഫീൽസ് റിയൽ. ഈ ഗിബ്ലി സിനിമകളുടെ മിക്കതും നടക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് വലിയ വലിയ ഫാൻറ്റസി വേൾഡ്സിലായിരിക്കും. പക്ഷേ ഫാൻറ്റസി വേൾഡ്സിൽ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനും അത്ര റിയലായിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിഷ്വലി എസ്തെറ്റിക്കും അതേപോലെ വലിയ സെറ്റിങ്ങും ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് റിലേറ്റ് ചെയ്യാനും പെട്ടെന്ന് പറ്റും എന്നുള്ളത് കൊണ്ട് ആ എക്സ്പീരിയൻസ് ഭയങ്കര ലെവലായിരിക്കും. അതേപോലെ ജോ ഹിഷാഷി എന്ന
മ്യൂസീഷ്യനാണ് ഓൾമോസ്റ്റ് എല്ലാ ഗിബിലി സിനിമകൾക്കും മ്യൂസിക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അത്രത്തോളം ടോപ്പ് ടയർ വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിലും അതേപോലെ ആനിമേഷൻ ലെവലിലും ഒക്കെ എത്തി നിൽക്കുമ്പോൾ മ്യൂസിക് കൂടെ ആകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അതേപോലെ തന്നെ ക്വയറ്റ് ആൻഡ് റിഫ്ലക്റ്റീവ് പേസിങ്, അതായത് ഇത് മാന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ആണെന്നാണ് ഇവർ പറയപ്പെടുന്നത്. അതായത് ശരിക്കും മോസ്റ്റ്ലി ഇവർ നല്ല ഇമോഷണൽ മൊമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും സൈലൻസ് അല്ലെങ്കിൽ സ്റ്റിൽനെസ് യൂസ് ചെയ്യും, അല്ലാതെ ഓവറായിട്ട് BGM ഒന്നും യൂസ് ചെയ്യാതെ ലെറ്റ് ഇറ്റ് ബി സൈലൻറ്റ് എന്നൊരു രീതിയാവും. അപ്പോൾ അതിന് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഈ ഒരു മ്യൂസിക് കിട്ടാൻ പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ ക്രോസ് ജനറേഷൻ അപ്പീൽ, ഇത് ജസ്റ്റ് ഒരൊറ്റ ജനറേഷൻ അല്ലെങ്കിൽ ഒരൊറ്റ കാറ്റഗറിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അല്ല. കിഡ്സ്, ടീൻസ്, അഡൾട്ട്സ്, പ്രായമായവർ എല്ലാവർക്കും ഈ ഒരു ഗിബിലി സിനിമകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു കിഡ്സിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ അഡൾട്ട്സിനൊക്കെ ആണെങ്കിലും വളരെയധികം കണക്ട് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് എല്ലാ ഗിബിലി സിനിമകളും പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ കൾച്ചറൽ റിച്ച്നെസ് ആൻഡ് ഇമാജിനേഷൻ, അതേപോലെ തന്നെ മറ്റൊരു മെയിൻ പോയിന്റ് കൾച്ചറൽ റിച്ച്നെസ് ആൻഡ് ഇമാജിനേഷൻ ആണ്. ജാപ്പനീസ് കൾച്ചറും ഫോക്ലോറും യൂണിവേഴ്സൽ ഫാൻറ്റസി എല്ലാം ബ്ലെൻഡ് ചെയ്തൊരു കിടിലം മിക്സ് ആയിട്ടാണ് നമുക്ക് മുന്നിലേക്ക് സ്റ്റുഡിയോ ഗിബിലി സിനിമകൾ വരുന്നത്. ഇതൊരു ടൈംലെസ് സ്റ്റോറി സെറ്റപ്പാണ്. അതായത് ഏതൊരു കാലഘട്ടത്തിലും 1980-കളിൽ ഇറങ്ങിയ ആ ഒരു സ്റ്റുഡിയോ ഗിബിലി പടം നമുക്കിപ്പോൾ കണ്ടാലും ഒരു ഫീല് കിട്ടും. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് ലോക്കലുമാണ് ഗ്ലോബലുമാണ്. ഇപ്പോൾ ജപ്പാനിലുള്ളവർക്ക് മോസ്റ്റ്ലി കഥകൾ ജപ്പാനിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജപ്പാനിലുള്ളവർക്ക് ഇത് അവരുടെ സ്വന്തം ലോക്കൽ ഫോക്ലോറിൻ്റെ ഭാഗമായിട്ടൊക്കെ തോന്നുമെങ്കിലും പുറത്തേക്ക് നമുക്കിതൊരു ഗ്ലോബൽ സ്റ്റോറി ആയിട്ട് തോന്നും. സോ ഒരേ സമയം തന്നെ ലോക്കലാകാനും ഗ്ലോബലാകാനും പറ്റുന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമകൾ എല്ലാത്തരം ഓഡിയൻസിനും വേൾഡ് വൈഡ് ഇത്രയധികം ഇഷ്ടമാവാൻ കാരണം. അപ്പോൾ സ്റ്റുഡിയോ ഗിബിലി എന്തുകൊണ്ട് ഇത്രയധികം ലെജൻഡറി ആയ ഒരു സ്റ്റുഡിയോ ആയിട്ട് മാറിയെന്നും എന്താണ് അതിൻ്റെ ലെഗസി എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട 10 സ്റ്റുഡിയോ ഗിബിലി സിനിമകൾ ഏതാണെന്നും കൂടെ പറയാം. ഒബ്വിയസ്ലി ഏറ്റവും ആദ്യം സ്പിരിറ്റഡ് അവേ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്കാർ അവാർഡ് വിന്നിംഗ് ഫിലിമാണ് സ്പിരിറ്റഡ് അവേ. ഐഡന്റിറ്റി, ഗ്രോയിങ് അപ്പ്, സ്പിരിച്വൽ വണ്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ കുറച്ചുകൂടി ഡിഫറൻറ്റ് വേർഷൻ ഒക്കെയാണ് പലരും ഈ സിനിമ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ എന്തുകൊണ്ടാണെന്നത് മനസ്സിലാവും. അടുത്തത് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ് ആണ്. ലോകത്തിലെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള ഫിലിംസിലൊന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിനിമയൊക്കെ കണ്ട് വിഷമിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അത്രത്തോളം നമ്മളെ ഡിസ്ട്രോയ് ചെയ്യുന്നൊരു സിനിമയാണ് ഗ്രേവ് ഓഫ് ദ ഫയർഫ്ലൈസ്. ഇതേ വർഷം തന്നെയാണ് ഏറ്റവും അൾട്ടിമേറ്റ് കംഫോർട്ട് ഫിലിമായിട്ടുള്ള മൈ നെയ്ബർ ടോട്ടോറോയും ഗിബിലി ഇറക്കി എന്നുള്ളത് ഒരു വല്ലാത്ത സംഭവമായിപ്പോയി. സോ ചൈൽഡ്ഹുഡ്, നേച്ചർ, വണ്ടർ, ഹീലിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയുള്ള തീമുകളാണ് മൈ നെയ്ബർ ടോട്ടോറോയിലുള്ളത്. അടുത്ത പ്രിൻസസ് മോണോനോക്കെയാണ്. കോംപ്ലക്സ് ക്യാരക്ടേഴ്സും എൻവയോൺമെൻറ്റൽ മെസ്സേജും ഒക്കെ ഉള്ള ഒരു എപ്പിക് ഫാൻറ്റസിയാണ് പ്രിൻസസ് മോണോനോക്കെ. മാൻ വേഴ്സസ് നേച്ചർ, അതിൽ വരുന്ന മൊറാലിറ്റി, കോൺഫ്ലിക്ട്സ്, അതൊക്കെയാണ് ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത കിക്കീസ് ഡെലിവറി സർവീസ് ആണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ് കിക്കീസ് ഡെലിവറി സർവീസ്. അതിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സിനിമ തന്നെയാണ് കിക്കീസ് ഡെലിവറി സർവീസ്. ഇൻഡിപെൻഡൻസ്, ബേൺ ഔട്ട്, പേഴ്സണൽ ഗ്രോത്ത് എല്ലാം തന്നെ ഇതിൽ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടുത്തത് ഹൗൾസ് മൂവിംഗ് ക്ലാസ്സിലാണ്. ഈ ഒരു സിനിമ വിഷ്വലി ഭയങ്കര കിടുവാണ്. ഇതുവരെയുള്ള എല്ലാ സിനിമകളും വിഷ്വലി കിട്ടും തന്നെ, പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടുതൽ വിഷ്വലി കിട്ടുന്നുണ്ട്. വാർ, മാജിക്, റൊമാൻസ് അങ്ങനെ കുറച്ചുകൂടി ഒരു ബിഗ്ഗർ തീംസൊക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗിബ്ലിയുടെ റൂട്ടഡ് ആയിട്ടുള്ള സെൽഫ് വർത്ത്, ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഡീപ്ലി പേഴ്സണൽ ലെവലിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അടുത്ത 2013 ദ വിൻഡ് റൈസസ് ആണ്. മിയസാക്കിയുടെ ഡീപ്ലി പേഴ്സണൽ ഫെയർവെൽ ആയിരുന്നു ഇത്. അതിനുശേഷം പുള്ളി സിനിമയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാണ് ഇരുന്നത്. പിന്നീടാണ് ബോയ് ആൻഡ് ദ ഹെറോണുമായിട്ട് വന്നത്. ഇതൊരു മെച്യൂർ ബിറ്റർ സ്വീറ്റ് ടെയിലാണ്. ഡ്രീംസ് വേഴ്സസ് ഡിസ്ട്രക്ഷൻ, ബ്യൂട്ടി ആൻഡ് ലോസ് അങ്ങനെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത വിസ്പർ ഓഫ് ദ ഹേർട്ട്, ഇതൊരു ഗ്രൗണ്ടഡ് റൊമാൻറ്റിക് കമ്മിങ് ഓഫ് ഏജ് ഫിലിമാണ്. നമ്മുടെ പാഷൻ കണ്ടെത്തി നമ്മുടെ ഇൻസ്റ്റിങ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടുക. അതേപോലെ ദ ടെയിൽ ഓഫ് പ്രിൻസസ് കഗൂയ, വിഷ്വലി യൂണീക്കും ഇമോഷണലി പവർഫുൾ അഡാപ്റ്റേഷനുമാണിത്. ജപ്പാൻ തന്നെയുള്ളൊരു ഫോക്ക് ടെയിലാണ് ഈ പ്രിൻസസ് കഗൂയ. അതിനെ നല്ല രീതിയിൽ തന്നെ അഡാപ്റ്റ് ചെയ്തൊരു മൂവിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇംപെർമൻസ്, ഫ്രീഡം, സൊസൈറ്റൽ പ്രഷർ ഇതൊക്കെയാണ് ഈ ഒരു സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അടുത്തത് പോണിയോ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇത് ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതിൻ്റെ ഒരു കെയോട്ടിക് പക്ഷേ ക്യൂട്ടായിട്ടുള്ളൊരു റീഇമാജിനിങ് ആണ് ഈ ഒരു സിനിമ. ചൈൽഡ്ഹുഡ്, ലവ്, നേച്ചർ, ഓഷ്യൻ്റെ പവർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പോണിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. സ്റ്റുഡിയോ ഗിബ്ലിയുടെ ആർട്ട് സ്റ്റൈൽ ജസ്റ്റ് അനദർ ആനിമി ആർട്ട് സ്റ്റൈൽ മാത്രമല്ല എന്ന് ഞാൻ ഈ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത്രയധികം ഇമോഷൻസും ഇൻഡെപ്ത് സ്റ്റോറി ടെല്ലിങ്ങും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഇത്രയും ലെജൻഡറി വർക്ക്സിൽ യൂസ് ചെയ്ത ഒന്നാണ് ഗിബ്ലി ആനിമേഷൻ സ്റ്റൈൽ. അപ്പോൾ ആ ഒരു ആനിമേഷൻ സ്റ്റൈൽ ഉപയോഗിച്ച് എല്ലാവരും ജസ്റ്റ് ഒരു ട്രെൻഡായിട്ട് റാൻഡംലി എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ആ ഒരു വർഷങ്ങളോളം പണിയെടുത്ത് ഹാൻഡ് ഡ്രോൺ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളോടുള്ള ഡിസ്റെസ്പെക്റ്റ് ആണെന്നാണ് വലിയൊരു ഡിബേറ്റ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് ആനിമേ റിലേറ്റഡ് കണ്ടൻറ്റുകൾ കൂടുതൽ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇടണമെന്ന് താല്പര്യമുള്ള കണ്ടൻറ്റുകൾ, അതിപ്പോൾ ഇപ്പോൾ ചെയ്തതുപോലെ ഒരു ബിഗിനേഴ്സ് ഗൈഡ് ആവാം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി എക്സ്പ്ലനേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടോപ്പിക് ആവാം, എന്ത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആനിമേ എക്സ്ക്ലൂസീവായിട്ട് ഒട്ടാക്കു ടാക്കീസ് എന്ന പേജ് ഉണ്ട്. അതും കൊമിക് മന്ത്രയുടെ ഇൻസ്റ്റയും ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.